ദി അൺസെൻസേർഡ് ഷോയിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു സിജു വിൽസൺ. സിജു, വെൽക്കം ടു മൈ ഷോ. ഹായ്. യെസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഏറ്റവും പുതിയ വിശേഷം സമാധാന പുസ്തകം. അതെ, പറയൂ, എന്താണ് സിനിമ? സമാധാന പുസ്തകം എന്ന് പറയുന്നത് എ ബുക്ക് ഓഫ് പീസ് എന്നാണ്. സമാധാനമാണോ അതോ സമാധാനം കിട്ടുന്ന ഏതെങ്കിലും പുസ്തകമാണോ എന്നുള്ളതൊക്കെ ട്രെയിലർ കണ്ടപ്പോൾ അതെ മനസ്സിലായിട്ടുണ്ട്. അതെ കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ വരുന്നൊരു സിനിമയാണ്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ സിനിമ പറയണമെന്ന് തോന്നിയൊരു സിനിമയാണ്. അല്ലെങ്കിൽ എല്ലാവരുടെ ഒരു ഔട്ട്ലുക്ക്, അല്ലെങ്കിൽ സെക്സ് എന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു ഔട്ട്ലുക്ക്, അല്ലെങ്കിൽ ആൺ പെൺ വേർതിരിവ്, ഇങ്ങനെ സാധനങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ഒരു കാര്യം പണ്ടത്തെ കാലഘട്ടത്തിൽ ഇത് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഇതിനെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് കുട്ടികളുടെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. അതെ ലൈക്ക് ഈവൻ ഈ പറയുന്ന ഫോൺ ബുക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് അത്രയും സുലഭമല്ലെന്ന് പറഞ്ഞാൽ ആവശ്യമില്ല. കാരണം ഫോണിൽ തന്നെ എല്ലാം ഉണ്ട്. ഡിജിറ്റൽ യുഗമാണ്. ജെൻസി കുട്ടികളാണ്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമേ ഇല്ല. പണ്ട് അങ്ങനെയല്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കലും അങ്ങനത്തെ ഒരു കാലഘട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് റോങ് ഇൻഫർമേഷൻസ് പാസ് ഓൺ ചെയ്യുന്ന പരിപാടികളുണ്ട്. അത് ഇന്നും പാസ് ഓൺ ആവുന്നുണ്ട്. അതെ. അപ്പോൾ അത് ഒരു തിരിച്ചറിവുകളും അറിവുകളും ഒക്കെ കൊടുക്കാന്നുള്ളൊരു എന്താ പറയുക, ആവശ്യകത ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. ഇത് അങ്ങനത്തെ ഒരു ആവശ്യകത ഉന്നയിക്കുന്ന ഒരു സിനിമയോ അങ്ങനത്തെ ഒരു പ്രീച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയൊന്നല്ല. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ നുറുങ്ങ് തമാശകളും കാര്യങ്ങളൊക്കെ ഉള്ള, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് സമാധാന പുസ്തകം. ഞാൻ അതിലൊരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളാണ് ചെയ്യുന്നത്. കുട്ടികളാണ് കൂടുതലും അതിനകത്ത് വരുന്നത്. അതിൽ പ്രസന്റ് ആൻഡ് പാസ്റ്റ് കാലഘട്ടമുണ്ട്. ഞാൻ പ്രസന്റിൽ വരുന്ന കാലഘട്ടത്തിലുള്ള ആളാണ്. ഒരു ടീച്ചർ റോളാണെന്ന് നമുക്ക് അതിൽ കണ്ടപ്പോൾ മനസ്സിലായി. അല്ല, റോളല്ല, പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഒരു A+ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ ആപ്പിൻ്റെ ഫൗണ്ടറാണ് പുള്ളി. ഒരു ഫങ്ഷനായിട്ട് എന്താ പറയുക, പഠിച്ച സ്കൂളിൽ ഒരു ദിവസം ഒരു ഗസ്റ്റായിട്ട് വരുന്നതാണ്. അപ്പം ഇത് ശരിക്കും സ്കൂൾ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി പോലെ നമുക്ക് ടീച്ചറിൽ ഫീൽ ചെയ്യുന്നു. അപ്പം ഈ സ്കൂൾ എന്ന് പറയുമ്പം സിജുവിന്റെ സ്കൂൾ ഡേയ്സിലെ എന്തെങ്കിലും ഒരു മെമ്മറബിൾ സംഭവം ഉണ്ടോ? മറ്റേ ഒരുപാട് മെമ്മറബിൾ സ്ഥലമുണ്ട്, സന്ദർഭങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ വീട് ഇതാണെന്ന് വിചാരിച്ചു. ഇതൊരു റോഡാണ്, ഇതൊരു വീടാണ്. ഈ വീടിൻ്റെ ഇപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, സ്കൂൾ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളാണ്. അപ്പോൾ എല്ലാവർക്കും മന്ത്ലി അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോൾ PTA മീറ്റിംഗ് ആണെങ്കിൽ എനിക്ക് ഡെയിലി PTA മീറ്റിംഗ്. കാരണം ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്കൊന്നൊരു ഷോപ്പുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ, ഒരു വെജിറ്റബിൾ ഷോപ്പ് മമ്മിയും പപ്പയും കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഓപ്പൺ ആയിരിക്കുമല്ലോ ഷോപ്പ്. പോകുന്ന വഴിക്കും വരുന്ന വഴിക്കൊക്കെ ടീച്ചർമാർ കിട്ടും. അപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാവും. കൂടുതലും ഭയങ്കര ഭീകരമായിട്ടുള്ള വികൃതികളില്ല. ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുക, വർത്തമാനം പറഞ്ഞിരിക്കുക. കാരണം അതുകൊണ്ട് കൂടുതൽ സമയം തറയിലായിരിക്കും എനിക്ക് സീറ്റ്. പുസ്തകം കൊണ്ടുവരാതിരിക്കുക എന്ന് പറഞ്ഞാൽ, അന്ന് ഞാനൊരു വളരെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരെങ്കിലും സീനിയറായിട്ടുള്ള ബന്ധുക്കളും അല്ലെങ്കിൽ നൈബേഴ്സും ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ പഠിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. അപ്പം ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചില്ലെങ്കിൽ ചിലതൊന്നും കിട്ടില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാൻ പോലുള്ള കാശ് ഉണ്ടാവില്ല. അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്കിത് പുറത്ത് പറയാൻ ഭയങ്കര അഭിമാന പ്രശ്നവും ഈ പറയുന്ന പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ടീച്ചർമാരുടെ അടുത്ത് പറയില്ല വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ടെന്നുള്ളതൊന്നും പറയില്ല, എടുത്തില്ല എന്ന് പറയുള്ളൂ. അപ്പോൾ പുസ്തകം കൊണ്ടുവരാത്തതിനൊക്കെ താഴെ ഇരുത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, താഴെ ബെഞ്ചിലിരുന്നാലും സംസാരിക്കും, താഴെ സംസാരിക്കും, അങ്ങനെ 1 മാസമൊക്കെ എന്നെ തറയിലിരുത്തിയിട്ടുണ്ട്, ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട്. ലേറ്റ് ആയിട്ട് എത്തിയാണ് ഒരു ദിവസം. ഇവിടെ അടുത്തുണ്ടായിട്ടൊരു ലേറ്റ് ആയിട്ട് വന്നിട്ട് തന്നെ 1 മാസം ഹോൾ ക്ലാസിന്റെ ഫ്രണ്ടില് ടീച്ചർ ഇവിടെ ബോർഡിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ടീച്ചറിന്റെ ആ സൈഡിൽ തന്നെ സ്കൂൾ ക്ലാസ്സിന്റെ ഫേസ് ചെയ്തിട്ട് ടീച്ചറിന്റെ അവിടെ തന്നെ ബാഗ് ഇട്ടിരുന്ന് അങ്ങനത്തെ പരിപാടി ആയിരുന്നു. ഇന്നാലേക്കും രസമാണ് ടീച്ചറിന്റെ ഒപ്പം തന്നെ ഇരുന്ന് കുട്ടികളെ പഠിപ്പിച്ചു എന്ന് പറയാം. അന്ന് പക്ഷെ ഭയങ്കര പണിഷ്മെന്റ് പോലത്തെ പരിപാടിയാണ്. അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടീച്ചർ ആരായിരുന്നു? ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു 10ാം ക്ലാസ് വരെ കേട്ടോ. അപ്പോൾ സരോജിനി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ ഭയങ്കര രസമായിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു.
ടീച്ചറിനെ എനിക്കിഷ്ടമാണ്. പിന്നെ ലൈല വി ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ ഹിസ്റ്ററിയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഹിസ്റ്ററി എനിക്കൊരു തേങ്ങ അറിയാൻ പാടില്ല, ഒരു തേങ്ങയും മനസ്സിലായില്ല. കാരണം ഇയർ ഓർത്ത് വയ്ക്കണം, കുറേ അയ്യോ അതെ രാജാക്കന്മാരും ആ, പറയുന്ന അവര് ചെയ്ത ഹിസ്റ്ററിയിലുള്ള കാര്യങ്ങൾ. ഒരുപാട് പേരുകൾ ഓർത്ത് വയ്ക്കണം. ഇതൊന്നും എൻ്റെ തലയിൽ ഇരിക്കില്ല. ഉം. പക്ഷെ ടീച്ചർ ഭയങ്കര സ്വീറ്റായിരുന്നു, പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ആ. സ്വീറ്റായിരുന്നു. ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്ന് ടീച്ചർ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനോടും പ്രത്യേക ഒരു നമ്മൾ കഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ച് ആ പഠിക്കാൻ ഒരു തോന്നല്ലേ. ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മള് ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ആ ടൈം എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ പഠിക്കാനുള്ള ഭയങ്കര ഇതൊന്നും ഉണ്ടാവില്ല. അതെ അതായത് എങ്ങനെയെങ്കിലൊക്കെ ജയിച്ചു പോകണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാവുള്ളൂ. അപ്പം ആ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിരുന്ന ടീച്ചർമാരെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതെ അത് ഭയങ്കര രസമായിട്ട് ചില എക്സാമ്പിൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു ചിലപ്പോൾ പഠിപ്പിച്ചിരുന്നത്. നമ്മൾ ഒരിക്കലും മറ്റേ ഫോഴ്സ്ഫുള്ളായിട്ടൊന്ന് പഠിപ്പിക്കുന്ന പരിപാടിയല്ല. പുള്ളിക്കാരത്തി തന്നെ ക്ലാസ്സിൽ ഇങ്ങനെ ചെറിയ കോമ്പറ്റീഷൻ പോലെ ആദ്യം ആരാണോ ചെയ്ത് കഴിയുന്നത്, ആ, അപ്പോൾ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട്. അതെ ഞാൻ ഫസ്റ്റ് തന്നെ കൈയൊക്കെ പൊക്കും. മാത്സ് ക്ലാസ്സിലൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് അത് ഇത് ചെയ്യുന്നു. ശരി. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കണക്കൊക്കെ തെറ്റി, എന്താന്ന് കണക്ക് അറിയില്ല. മൊത്തം തെറ്റി. ജീവിതത്തിലെ കണക്കുകൂട്ടലുകൾ എങ്ങനെ പോകുന്നു? ഇപ്പൊ നന്നായിട്ട് പോകുന്നു. നന്നായിട്ട് പോകുന്നു. ഇടയ്ക്കൊക്കെ തെറ്റും, ഇടയ്ക്ക് നന്നാവും. അത് സംഭവിച്ചുകൊണ്ടിരിക്കുമല്ലോ, ജീവിതമാണല്ലോ. അതെ ജീവിതത്തിലെ കണക്കൂട്ടലുകൾ തെറ്റും, കണക്കൂട്ടലുകൾ ശരിയാവും. ചിലപ്പോൾ ഇപ്പം തെറ്റായ ചിലപ്പോൾ ഭാവിയിൽ ശരിയാവും. അങ്ങനെ അങ്ങനെ മാറി മറിഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ കണക്കുകൂട്ടൽ തെറ്റുമ്പം അതെങ്ങനെയാണ് നേരിടുന്നേ? ശരിയാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ, ആ, അപ്പോൾ അങ്ങനെ നേരിടും. എന്തെങ്കിലും ശരിയാവുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് yes. അങ്ങനെ പോകും. ഇപ്പം 19ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു സിനിമ, ശരിക്കും ആ ഒരു സിനിമ കഴിഞ്ഞിട്ട് എത്രമാത്രം ലൈഫ് ചേഞ്ച് ആയി? ഭയങ്കര ഭീകരമായിട്ട് ചേഞ്ച് ഒന്നും ആയിട്ടൊന്നുമില്ല. നല്ല തിരക്കഥകളും കാര്യങ്ങളും വരുന്നുണ്ട്. അല്ലെങ്കിൽ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ഒരുപാട് വരുന്നുണ്ട്. അതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതെ കൂടുതലും. കാരണം എൻ്റേതായിട്ടുള്ള സിനിമകൾ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സിനിമകളിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും കോൺഫിഡൻസ് വരുന്നത് 19ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്കൊരു അല്ലെങ്കിൽ ലീഡ് ക്യാരക്ടർ ഷോൾഡർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അതെ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ചൂസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്, വരുന്നെല്ലാം തന്നെ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ വിനയൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ അതിന് ഓക്കെ ഞാൻ ഇനി അടുത്ത തവണ സാറിന് മുന്നിൽ വരുമ്പം വേറൊരാളായിരിക്കും എന്ന് പറഞ്ഞ് അതേപോലെ അവൻ ചെയ്തു എന്നുള്ളത് എനിക്ക് അവനിൽ കണ്ടൊരു അവന്റെ ഹാർഡ് വർക്കും ആ ഒരു പോസിറ്റീവ് ലുക്കിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പം എത്രമാത്രം വിനയൻ സാർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു കരിയർ ലൈഫ് നോക്കുകയാണെങ്കിൽ? ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ കരിയറിൽ പറഞ്ഞ പോലെ കണക്കൂട്ടലുകൾ കുറച്ച് തെറ്റിരിക്കുന്ന സമയത്താണ് 19ാം നൂറ്റാണ്ട് എന്നിലേക്ക് വരുന്നത്. കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ കുറച്ച് സിനിമകൾ ചെയ്തെങ്കിലും ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന അത്രയും ഒരു സക്സസ്സിലേക്ക് എത്തുന്നില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും ആ, ഇഷ്ടപ്പെടുന്നുണ്ട്, അതെ അങ്ങനത്തെ എന്താ ഒരു ഭയങ്കര ഓളത്തിലേക്കോ അങ്ങനത്തെ രീതിയിലേക്കൊന്നും എത്തുന്നില്ല. അപ്പം ഒരു ലീഡ് ആക്ടർ എന്നുള്ള രീതിയിൽ ബിസിനസ് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഒരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ആക്ടറിന് അയാളുടെ വിപണന മൂല്യം ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എത്രത്തോളം അത് അതെ സക്സസ്ഫുള്ളായി, എത്രത്തോളം റവന്യൂ അതിൽ നിന്ന് വന്നു എന്നൊക്കെയുള്ളത് ഒരു ഫാക്ടറാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് വലിയ സിനിമകൾ ചെയ്യണം. എനിക്ക് നല്ല സ്ക്രിപ്റ്റുകൾ വരുന്നുണ്ടെങ്കിലും ബഡ്ജറ്റ് കുറച്ച് ഉള്ള രീതിയിൽ, ഇപ്പോൾ ഒരു സപ്പോസ് ഒരു 8 കോടി വേണ്ട ഒരു സിനിമ ചിലപ്പോൾ ഒരു 4 കോടിയിൽ ചെയ്യുന്ന രീതിയിൽ വേണ്ടി. അപ്പോൾ ആ ക്വാളിറ്റി തന്നെ മൊത്തത്തിൽ അതിൻ്റെ അതെ ഹാഫ് ക്വാളിറ്റിയിലേക്ക് മാറാണല്ലോ. അപ്പം അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ സിനിമ ചെയ്തിട്ട് എന്തായാലും നമ്മളൊരു സിനിമ ഒരിക്കലല്ലേ ഇറക്കുള്ളൂ. അതെ അപ്പോൾ അതിൻ്റെ ഫുൾ ക്വാളിറ്റിയിൽ ഇറക്കാതെ ഒരു കോണ്ടന്റ് ആണല്ലോ നമ്മളൊരു, ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോണ്ടന്റുകളാണ് ചൂസ് ചെയ്യുന്നത്. ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ഈ പ്രൊഡക്ഷൻ ക്വാളിറ്റി കുറയ്ക്കുന്നതുകൊണ്ട് ഒരു രീതിയിലും എത്തപ്പെടാത്ത രീതിയിലേക്ക് പോകുന്നൊരു സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ ഇത് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മൊത്തം കണക്കൂട്ടലുകൾ തെറ്റിയിരിക്കുന്ന സമയത്താണ് വിനയൻ സാർ വിളിക്കുന്നത് അങ്ങനെ ഒരു വലിയൊരു സിനിമയിലേക്ക്. അയ്യോ അപ്പോൾ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അങ്ങനെ ഒരു സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ഞാനതിന് ഫുൾ ഓൺ എഫേർട്ട് ഇട്ട് ചെയ്യണമല്ലോ. കാരണം ഒരു ഹിസ്റ്റോറിക് മൂവിയാണ്, റിയൽ അതെ ലൈഫ് ക്യാരക്ടറാണ്, ഹിസ്റ്ററി, കേരളത്തിൻ്റെ ഹിസ്റ്ററിയും കൂടിയാണ്. അപ്പം ഇങ്ങനൊരു സിനിമ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് അന്യഭാഷ സിനിമകൾ ഇവിടെ ഒന്ന് ഭയങ്കരമായിട്ട് കാശുണ്ടാക്കിയിട്ട് പോകുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, എല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു സിനിമ എൻ്റെ കരിയറിൽ വരുമ്പോൾ നമ്മളത് എഫേർട്ട് എടുത്ത് അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ടായിരുന്നു ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ ഒരു സിനിമ സംഭവിക്കണമെന്ന്. അപ്പം അങ്ങനെ സിനിമ
സംഭവിച്ചു. അപ്പോൾ അതിനുവേണ്ടി എഫേർട്ട് ഇടാൻ തയ്യാറായിരുന്നു. ഞാൻ സാറിനെ കാണാൻ പോയപ്പോൾ സാർ ഇങ്ങനെ കാര്യങ്ങൾ 6 ഫൈറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ അതിന് മുമ്പ് ഒരു ഫൈറ്റ് ചെയ്യുന്നത് വരയൻ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ടൊരു ഫൈറ്റ് പ്രോപ്പർ ഒരു പ്രൊഫഷണൽ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ 6 ഫൈറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ക്യാരക്ടറിന് ഹോഴ്സ് റൈഡിങ് പഠിക്കണം, ഇന്ന ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ള സാറ് പറഞ്ഞപ്പോൾ ഞാൻ റെഡിയായിരുന്നു. ഞാൻ സാറിൻ്റെ അടുത്ത് കോൺഫിഡൻസോടുകൂടി ഞാൻ ചെയ്യാൻ റെഡിയാണെന്നുള്ളതാണ് പറഞ്ഞത്. ആ കോൺഫിഡൻസ് ആണ് സാറിന് ഇപ്പം എന്നിൽ റിഫ്ലക്ട് ചെയ്തതും സാർ എന്നെ ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു ഇതിലേക്ക് വന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറിൻ്റെ അടുത്ത്, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു സാർ എന്തുകൊണ്ടാണ് താങ്കൾ ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പം ഞാൻ ചോദിച്ചു സാർ ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നത്, സാർ എന്തിനാണ് എന്നെ ചൂസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ ധൈര്യമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. വേറെ ഒരുപാട് പേരെ കണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഇങ്ങനെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ വന്നപ്പോൾ എനിക്കാണെങ്കിൽ വേറെ സിനിമകളൊന്നും ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുമില്ല. ഉണ്ട്, കമ്മിറ്റ് ചെയ്യുന്ന പറഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷെ ഒഫീഷ്യലി അത് ഒരു പ്രൊഡക്ഷനിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഞാൻ പറഞ്ഞില്ല, ഈ പ്രൊഡക്ഷൻ ഇത് കുറയുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനെല്ലാം നിർത്തിയിട്ട് വേണ്ട, നല്ലൊരു പ്രൊഡക്ഷൻ വന്നിട്ട് ചെയ്താൽ മതി, ഈ പ്രൊഡക്ഷൻ വാല്യൂ പ്രൊഡക്ഷൻ്റെ ഇത് കുറച്ചിട്ട് ആ സിനിമയുടെ വാല്യൂ ഇത് കളയേണ്ട ആവശ്യമില്ല എന്നുള്ളതിൽ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ എൻ്റെ ഉള്ളിലെ ആഗ്രഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ ഫോക്കസ്ഡ് ആണ്. ഞാൻ ആദ്യം സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഫോക്കസ്ഡ് അല്ല, നമുക്ക് എങ്ങനെയെങ്കിലും മുഖം കാണുക അല്ലെങ്കിൽ സിനിമകൾ ചെയ്യാമെന്നുള്ളതാണല്ലോ. കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളതിന് കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് മനസ്സിലാക്കി, ഓരോ സിനിമ കഴിയുന്നതോറാണ് ഓരോ സിനിമയും കൂടുതലായിട്ട് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി ട്രൈ ചെയ്യണം, അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ സിനിമ കഴിയുമ്പോഴാണ്. അപ്പം ഇങ്ങനൊരു കരിയറിൽ ഇങ്ങനൊരു സിനിമ വന്നപ്പോൾ അതിന് എഫേർട്ട് എടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഏത് സിനിമ വന്നാലും എഫേർട്ട് എടുക്കാൻ തയ്യാറായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിനിമയിൽ അത് എഫേർട്ട് എടുക്കണം. കാരണം ഒരു വാറിയർ അല്ലെങ്കിൽ യോദ്ധാവ് എന്ന് പറയുന്ന ആള് വന്ന് നിൽക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യണമല്ലോ. അതായത് അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു, ബാക്കി അഭിനയത്തിൽ പിടിച്ചു മതി അല്ലേ. ബാക്കി നമുക്ക് അഭിനയത്തിൽ കുറച്ച് ഇത് ചെയ്യാം. ബാക്കി ബോഡി വൈസ് ഇതൊക്കെ മേക്ക് ബിലീഫ് ആണല്ലോ, ഇങ്ങനെ ക്യാരക്ടറാന്നുള്ളത് നമ്മൾ മേക്ക് ബിലീഫാണ് ഓരോ സിനിമയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാരത് വിശ്വസിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പകുതി പണി തീർന്നുള്ളതാണ്. ശരിക്കും ആ കുതിരയുടെ മുകളിലേക്ക് ചാടുന്നതും അതൊന്ന് ചാടി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് ശരിക്കും സ്ഥിരം ഈ പറഞ്ഞ പോലെ മേക്ക് ബിലീഫ് പറഞ്ഞോട് പറയാണ്. അത് കാണുമ്പോൾ നമ്മൾ ഇയാൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നേന്ന് തോന്നും. കാരണം ആ കുതിരന്ന് ഇറങ്ങുമ്പോ ഒന്നൊരു എന്താ പറയണ്ടേ, താളം തെറ്റ് ഒന്നും ഇല്ലാണ്ട് ചാടി ഇറങ്ങുന്ന ചാടി. താളം തെറ്റു പക്ഷെ അന്ന് അത്രയും അല്ലേ. ഞാൻ ഓരോ ക്യാരക്ടറിനനുസരിച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് പോകുന്നത്. ആ സിനിമയ്ക്ക് വേണ്ടുന്ന പ്രിപ്പറേഷൻസ് ആണ് നടത്താറുള്ളത്. ഇന്ന് പക്ഷെ കുറച്ച് ടൈം എടുത്തേ ചെയ്യാൻ പറ്റും, 2 ദിവസം എടുത്തേ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. അന്നത് എന്താ പറയുക, സാർ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ചാടി കയറുന്ന കേസ്. ഷൂട്ടിൻ്റെ ദിവസം അന്ന് വൈകിട്ട് ഷോട്ട് എടുക്കുന്ന സമയത്താണ് നീ ചാടി കയറിയിട്ട് തിരിച്ചിട്ട് പോകുന്നത്. ഞാൻ സാർ ചാടി കയറാൻ ഞാൻ ചാടി കയറാൻ പഠിച്ചില്ല, നീ ചെയ്ത് നോക്കടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ ട്രൈ ചെയ്ത് ടേക്ക് എനിക്കൊരു 10-25 ടേക്ക് പോയി, പറ്റുന്നില്ല. എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ പകുതി വരെ എത്തിയിട്ട് ആ ഒരു സ്മൂത്ത്നെസ്സും അല്ലെങ്കിൽ ലാൻഡിങ്ങും ഇതൊന്നും എത്തുന്നില്ല. കുതിരയ്ക്ക് അവസാനം നിർത്തിയിട്ട് പോളെ എൻ്റെ പുറത്ത് കുതിര വരെ അവസാനം പറയുന്ന രീതി എൻ്റെ മുതുകിടിച്ച് പൊളിക്കുമെന്നുള്ള രീതിയിൽ 10-25 പ്രാവശ്യം ചെയ്തു, ആവുന്നില്ല. അവസാനം എന്നെ കയറ്റിയിരുത്തിയിട്ട് ഞാൻ പോകുന്ന രീതിയിൽ ഷോട്ട് എടുത്തു. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് പറ്റുന്നില്ല. എനിക്കറിയാം ഇത് ഈ സിനിമയിൽ ആരും ചെയ്തിട്ടില്ല. സിനിമ എനിക്ക് ഞാൻ ആരും അങ്ങനെ സിനിമയിൽ ചെയ്തേക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഒരു യുണീക്കായിട്ടുള്ളൊരു സാധനമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ ട്രെയിനർ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല, ഹോഴ്സ് റൈഡിങ് പഠിപ്പിച്ച പുള്ളി അത് കഴിഞ്ഞ് ഷോട്ടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് പുള്ളി വരുന്നത്. പുള്ളി എന്തോ അത്യാവശ്യത്തിന് കുതിരയ്ക്ക് ഫുഡ് വാങ്ങിക്കാനോ അങ്ങനെ എന്തോ കാര്യത്തിന് പോയതാണ്. പുള്ളി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് പുള്ളി ചിന്തിട്ട് ചാടി കയറാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല. എനിക്ക് ആ ഒരു ടെക്നിക്ക് മനസ്സിലാകും, ഇത്ര ഉള്ളു സിമ്പിളാണെന്ന് പറഞ്ഞിട്ട് പുള്ളി കാണിച്ചത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു 2 പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഓക്കെ. അതായത് എഫേർട്ട് ഉണ്ട്, അതിനൊരു ചെറിയൊരു ടെക്നിക്ക് ഉണ്ട്, അത് മൂവ് ചെയ്യുന്നതിന് ഒരു ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ പൊടിക്കൈ പറഞ്ഞു തന്നു കഴിയുമ്പോൾ തന്നെ ഞാൻ അപ്പോൾ തന്നെ എനിക്കന്ന് ആ ഷൂട്ട് കഴിഞ്ഞ പിന്നെ ഷോട്ട് ഉണ്ടായിരുന്നില്ല. ആ കോളനി കത്തുന്നതും കാര്യങ്ങളൊക്കെ ക്ലൈമാക്സിലേക്കുള്ളൊരു സാധനം എടുക്കാനായിരുന്നു. അതെടുക്കാൻ വേണ്ടി സാർ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ പറഞ്ഞിട്ട് ലൈക്ക് എനിക്ക് റൂമിലേക്ക് പോകാൻ തോന്നിയിരിക്കുന്നു. ഞാൻ ഇപ്പോൾ സാറ് ക്യാരനിലുണ്ടെന്ന് നോക്കി, സാറ് ക്യാരനിലുണ്ട്. ഞാൻ പോയിട്ട് സാറിൻ്റെ അടുത്ത് സാർ ഞാനിങ്ങനെ ചാടി കയറാൻ പഠിച്ചു, ഓക്കെയാണ് നീ പഠിച്ചോ, ഞാൻ വീഡിയോ എടുത്താണ് ചുറ്റും സാർ അതെ പഠിച്ചു ചാടി കയറാൻ. എന്നാൽ പിന്നെ നമുക്ക് നാളെ രാവിലെ എടുക്കണം, നാളെ രാവിലത്തെ ഷോട്ട് അത് തന്നെ എടുക്കാൻ തോന്നുന്നു. എൻ്റെ ബാക്കി ഉണ്ടായിരുന്നു സീൻസിൻ്റെ കുറച്ച് ബാക്കി എടുക്കാനുണ്ട്. രാവിലെ പിറ്റേ ദിവസം രാവിലെ വന്നേക്കാം, ഒരു നൈറ്റ് കഴിഞ്ഞല്ലോ, നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇല്ല അവിടെ പ്രാക്ടീസ് ചെയ്തു, പിന്നെ പോയി റെസ്റ്റ് എടുത്തു.
ടെക്നിക്ക് കിട്ടിയല്ലോ, അതെ. എഫേർട്ട് എടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ആ നാക്ക് എന്താന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഇതായിരുന്നു. പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ രാവിലെ വന്നാലും ഒരു ടെൻഷൻ ഉണ്ടാവല്ലോ. എല്ലാവരും നിർത്തിയേക്കാം, കോളനിക്കാർ കംപ്ലീറ്റ് എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ വന്നിട്ട് ഈ കായംകുളം കൊച്ചുണ്ണി വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ചാടി കയറണം. ഇത് കറക്റ്റ് ആയില്ലെങ്കിൽ എന്നുള്ള സംഭവത്തിലേക്ക് ആണ് ബാക്ക് ഷോട്ടും വെച്ചേക്കാം. ചാടി കയറണം. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു വന്നിട്ട് ചാടി കയറുന്നു. കോളനിക്കാരുടെയാണ് ഫേസ് ഉള്ളത്. അപ്പം ആക്ഷൻ പറഞ്ഞു. ഞാൻ ചാടി കയറി കഴിഞ്ഞപ്പോൾ കോളനിക്കാർ എല്ലാവരും ക്ലാപ്പ് ചെയ്തു. അപ്പൊ കാരണം തലേ ദിവസം ഞാനിവിടെ കിടന്ന് ഇങ്ങനെ എഫേർട്ട് എടുക്കുന്ന ഇവർ കണ്ടോണ്ടിരിക്കുക, കയറാൻ പറ്റുന്നില്ല, ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുക. അപ്പൊ പിറ്റേ ദിവസം ചാടി കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഒരു എക്സൈറ്റ്മെന്റ്, ചാടി കയറിയത് കണ്ടപ്പോ, കയറി ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും, സ്മൂത്ത് ആയിട്ട് കയറി ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര ക്ലാപ്പ് ചെയ്തു. അപ്പൊ ഷാജിയേട്ടൻ ആക്ഷൻ ആണല്ലോ, ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഷാജിയേട്ടൻ ക്യാമറയിൽ നിന്ന് എന്തത് നിങ്ങളുടെ അടുത്ത് ആരാ കൈയടിക്കാൻ പറഞ്ഞേ, ഇത് സീനല്ലേ പറഞ്ഞിട്ട് ഞാനപ്പോ അയ്യോ അത് കിട്ടിയില്ല, ഇനി കയറുമ്പോ ശരിയായില്ലെങ്കിൽ പിന്നെ ചാടി കയറുന്ന പരിപാടി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം കയറുന്നതും പോകുന്നതൊക്കെ വേറെ സീൻസ് ഒക്കെ വരുന്നത്. അതിലൊക്കെ ചാടി കയറലും ഇറക്കും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ചാടി കയറലും ഇറക്കും പരിപാടി. സ്മൂത്ത് ആയിട്ട് അതിപ്പോഴും എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് യുണീക്കായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. ബാക്കി സാധാരണ ഈ പറഞ്ഞ ഒരു റോപ്പ് വെച്ച് ചാടുമ്പോ നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവുമല്ലോ. പക്ഷെ ഇത് അതൊന്നും അല്ല, ഇത് ശരിക്കും ചാടുന്നതാണെന്ന് മനസ്സിലാവണുണ്ട്. പക്ഷെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണുണ്ട്. അത് നമ്മുടെ ഏകദേശം ഒരു 6 അടി ഹൈറ്റിന് മേളില് വരും കുതിരയുടെ ഇത്. അത് ചെയ്തുകൊണ്ടാണ് എല്ലാവരും ഇപ്പോഴും പറയും, ഇപ്പോഴും കണ്ടിട്ടുണ്ട് 19-ാം നൂറ്റാണ്ടിൽ കുതിരയുടെ പുറത്ത് ചാടി കയറുന്നത് എല്ലാവരും പറയും. യെസ്. അപ്പൊ എന്താണെങ്കിലും ഓരോ ക്യാരക്ടേഴ്സിനോട് ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പം ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ബോഡി ട്രാൻസ്ഫോർമേഷനിൽ പഠിച്ച എന്തെങ്കിലും ഒരു ഹെൽത്ത് ടിപ്പ് ഉണ്ടോ? ഹെൽത്ത് ടിപ്പ് അല്ല ഇത്, ലൈക്ക് സിനിമയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഫിസിക്കും ഫിഗറും ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയ കാര്യമാണ്. കാരണം പിന്നെ ഈ ഫൈറ്റ് സീക്വൻസ്, എനിക്ക് പേഴ്സണലി ഫൈറ്റ് മൂവീസ്, ആക്ഷൻ മൂവീസ് ഭയങ്കര താല്പര്യമുള്ളതാണ്. അപ്പോൾ ആക്ഷൻ മൂവീസൊക്കെ ചെയ്യുമ്പോൾ ഫിസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൈയും കാലമൊക്കെ പൊങ്ങണമല്ലോ ഫൈറ്റ് ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് വീഴേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ സേഫ് ലാൻഡിങ് ഇതൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. നമ്മൾ മലയാളത്തിലൊന്നും അത്രയും പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ അങ്ങനെ ട്രെയിനിങ് ഒന്നും എടുക്കാത്തത് മലയാളത്തിലാണെന്നാണ്. തമിഴിലും ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രൊഫഷണലി ട്രെയിനിങ് ഒക്കെ എടുത്ത് പക്കയായിട്ടൊക്കെയാണ് ചെയ്യാറ്. ഇവിടെ നമുക്കതിനുള്ള സമയം കിട്ടാറില്ല. ഷൂട്ട് ഏറ്റവും മിനിമം ടൈമിൽ ഷൂട്ട് ചെയ്തിട്ട് സിനിമ ഇറക്കാന്നുള്ളതാണ് എല്ലാവരും കാണുന്നൊരു സംഭവം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രി വളരെ ചെറുതായതുകൊണ്ട് അതിന് ഈ പറയുന്ന പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതൊരു ഓവർ ബേർഡൺ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലേക്ക് വരുന്നതുകൊണ്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് തീർക്കാമെന്നുള്ളതാണ് എല്ലാവരും തീരുമാനിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ വരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് അക്സെപ്റ്റൻസ് മലയാള സിനിമയ്ക്കും നല്ല എല്ലാ സിനിമയ്ക്കും നല്ലതാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും സിനിമകൾ ഓടുന്നുണ്ട്. അപ്പം നല്ല ക്വാളിറ്റിയിൽ സിനിമകൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളം മാത്രമല്ല ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ അതുപോലെ തന്നെ വേൾഡിലും ഉള്ള എല്ലായിടത്തേക്കും സിനിമയ്ക്ക് റീച്ച് ഉണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശരിക്കും ഈ കരിയറിൽ എത്രമാത്രം ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് സിജുവിന് തോന്നുന്നത്? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും കംഫർട്ട് സോണിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു വളർച്ച ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. കാരണം അതിനകത്ത് തന്നെയല്ലേ നമ്മൾ നിൽക്കുന്നത് എപ്പോഴും. ഇത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു ഫാക്ടറുണ്ട്. അത് ബ്രേക്ക് ചെയ്യുമ്പോഴേ നമുക്കും വളരാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കൂടുതലും അങ്ങനെ കംഫർട്ട് സോണിൽ അധികം നിന്ന് സിനിമകൾ ചെയ്തിട്ടില്ല. ഞാൻ കൂടുതലും ചെയ്തേക്കുന്ന പുറത്ത് ആൾക്കാരെ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ ചെയ്തേക്കുന്ന 1-2 സിനിമകളുണ്ട്. കംഫർട്ട് സോണിൽ ചെയ്യുമ്പോൾ വേറൊരു സുഖമുണ്ട് കേട്ടോ. അത്രയും കംഫർട്ടബിൾ ആയിരിക്കും, ഭയങ്കര ഫ്രീ ആയിരിക്കും, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ബാക്കി സിനിമകൾ നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് വേറെ ടീമുകളിലൊപ്പം സിനിമകൾ ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു ആദ്യത്തെ ഒരു 3 ദിവസം ഉണ്ടാവുള്ളൂ. അതിപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം അല്ലെങ്കിൽ ആർട്ടിൽ ഈ പറയുന്ന ഒരുപാട് ആൾക്കാർ ചേർന്നുണ്ടാക്കുന്നതാണ്. ഇവരൊന്നും നമുക്ക് എന്താ പറയുക, നമുക്ക് പണ്ട് പോലെ പരിചയമുള്ള ആൾക്കാരായിരിക്കില്ല, പുതിയ ആൾക്കാരായിരിക്കും, ഒരുപാട് പേര് ചേർന്നുണ്ടാക്കുന്നല്ലേ. അപ്പം ഇവരൊക്കെ ആയിട്ട് ജെല്ലാവാന്നുള്ളത് അത് ഓട്ടോമാറ്റിക്കലി ജെല്ലാവും ഒരു 3 ദിവസം കഴിയുമ്പോൾ എല്ലാവരും തമ്മിൽ. അതെ. പണ്ട് മുതലേ ഇങ്ങനെ സിനിമ തന്നെയായിരുന്നോ സ്വപ്നം? സിനിമ ഇഷ്ടമായിരുന്നു. പക്ഷെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റും അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ കടക്കാൻ പറ്റും എന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ സിനിമ എന്ന് പറയുന്നത് നമ്മൾ ടി വിയിലും തിയേറ്ററിലും മാത്രമേ ഈ ആർട്ടിസ്റ്റുകളെയും
ഇവരൊന്നും കാണുന്നുള്ളൂ. അതെ. ഇന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും ആർട്ടിസ്റ്റുകളെ കാണാം, ആരെ വേണമെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ അന്നെന്ന് പറയുന്നത് ഈ സ്ക്രീനിനകത്ത് എങ്ങനെ കയറാൻ പറ്റും എന്നുള്ളത് അങ്ങനെ ഒരു ചിന്തയെ പോകുന്നില്ല. സിനിമ അറിയാം ഇവരൊക്കെ എവിടെയാണുള്ളതെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, അത് ഇവരൊക്കെ എവിടെ ആയിരിക്കും ഉണ്ടാവുന്നത് എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമയിൽ കയറണം എന്നുള്ളൊരു സംഭവം ഒന്നും പാടില്ല. സിനിമ ഇഷ്ടമായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന പോലെ സിനിമ കുറച്ചും കൂടി അടുത്ത് വന്നപ്പോഴാണ് ഈ പറഞ്ഞ പോലെ സിനിമയിൽ ട്രൈ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരുന്നത്. അതെ. ഇപ്പം ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ ഫ്രണ്ട്സ് ഉള്ള ഒരാളാണ് സിജു. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് എത്രമാത്രം വാല്യൂ കൊടുക്കുന്ന ഉണ്ട് ലൈഫിൽ? ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്നതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും ഇതൊക്കെ തരുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ്. കാരണം എന്താ പറയുക, നമ്മൾ ഭയങ്കര ഫ്രീ ആയിരിക്കും, ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. പറയുന്ന സ്ട്രെസ്സൊക്കെ വിട്ടിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യുന്ന മൊമെൻറ്റ്സ് കൂടിയായിരിക്കും. നമുക്കൊരു ലൈഫ് ഉണ്ടല്ലോ, കരിയർ മാത്രമല്ല ലൈഫുണ്ട്. നമുക്ക് ലൈഫും ആസ്വദിക്കാൻ പറ്റണം. ഷൂട്ടും കാര്യങ്ങളും ഈ സിനിമകളില്ലാത്ത സമയത്ത് ജീവിതവും ആസ്വദിക്കാൻ പറ്റണം. ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തേക്കുന്നത്. അതെ. ഇപ്പൊ ഇത് മാത്രമല്ല, അച്ഛൻ എന്ന് പറയുന്ന ഒരു റോള് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമ്മൾക്ക് പല പല വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തന്നെ അയ്യടാ എന്ന് തോന്നുന്ന വീഡിയോസ് ആണ്. അപ്പം ഒരു അച്ഛനായതിനു ശേഷം എന്തൊക്കെ വ്യത്യാസങ്ങൾ സിജു വിൽസന്റെ ജീവിതത്തിൽ വന്നു? അങ്ങനെ ഭീകര വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഞാനും ശ്രുതിയും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു സുഹൃത്തുക്കളെ പോലെ തന്നെയാണ്, കുട്ടികളുടെ അടുത്ത് അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ പോലെ തന്നെയാണ്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് തന്നെയാണ് നമ്മളും ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, മകൾ രണ്ടും പെൺമക്കളാണ്, മെഹർ ആൻഡ് റൂഹി. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലൊന്നും പോകുന്നില്ല. അമ്മ അച്ഛൻ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഒരു സുഹൃത്തുക്കളായിട്ട് തന്നെ പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. സിജു ഒരു ഇന്റർവ്യൂവിൽ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംസാരം നടക്കുന്ന സമയത്ത് ഇടയ്ക്ക് മോൾക്ക് ഇങ്ങനെ എന്തെങ്കിലും തോന്നുമ്പോൾ ഇടയ്ക്ക് അവള് ഇന്റർവ്യൂ 1 വയസ്സുള്ളപ്പോഴേ തന്നെ അല്ലേ അങ്ങനെയൊക്കെ മനസ്സിലാവും എന്നുള്ളേ. ഡൈവേർട്ട് അപ്പൊ അത് നോക്കൂ അങ്ങനെ നമ്മളിച്ചിരി റൈസ് ചെയ്ത് നമ്മളിപ്പോ ഡിബേറ്റ്സ് ഒക്കെ വരും, എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഡിബേറ്റ്സ് വന്നിട്ട് അങ്ങനെ എന്താണ് അങ്ങനെ ഇങ്ങനെയാണെന്ന് നമ്മൾ എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇവള് വിചാരിക്കുന്നത് നമ്മൾ വഴക്കിടുന്നാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡൈവേർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കാറുണ്ട്. അതേപോലെ ഷൂട്ടിന് പോകുമ്പോ ഇപ്പൊ വളരെ ഇപ്പൊ ഹോം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പൊ അതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? അത് ബാലൻസ് ചെയ്ത് പറ്റുള്ളൂ. കാരണം എനിക്ക് വേറെ വരുമാന മാർഗമൊന്നുമില്ല. സിനിമ എന്ന് പറയുന്ന വരുമാനം അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ. സിനിമകൾ ചെയ്താലാണ് എൻ്റെ ജീവിതവും മുമ്പോട്ട് പോവുള്ളൂ. അപ്പോൾ എന്തായാലും അത് എല്ലാവരും ജോലി ചെയ്യുന്നില്ല, എല്ലാവരും ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്ന പോലെ തന്നെ ഞാനും ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ജോലിക്ക് പോകുമ്പോൾ ഫാമിലീനെ മിസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. കുഴപ്പമില്ല, അതിന് മിസ് ചെയ്യുമ്പോൾ ആ മിസ്സിങ് ഒക്കെ കൂടിയിട്ട് നമ്മൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് കുറച്ച് വെക്കേഷൻ ടൈം അല്ലെങ്കിൽ കുറച്ച് സമയം കിട്ടുമല്ലോ, സിനിമ ചെയ്യാതിരിക്കുന്ന സമയങ്ങൾ കിട്ടുമല്ലോ, ആ സമയത്തൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ മേക്ക് ഓവർ ചെയ്യും. അപ്പൊ സിജു വിൽസന്റെ ജീവിതത്തിൽ ഇപ്പൊ ഒരു സമാധാന പുസ്തകം ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പൊ അതിലുള്ള ഒരാള് ആരായിരിക്കും? ഏത് സമാധാന പുസ്തകമാണ്? ശരിക്കുള്ള സമാധാന പുസ്തകം, സിനിമ റിലേറ്റഡ് അല്ല. സമാധാന പുസ്തകം ശ്രുതി, ഓഫ് കോഴ്സ്. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ വരും. ഓക്കെ. അപ്പൊ അതിലുള്ള ഒരു ഫുഡ്, ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം എന്ന് പറയുന്ന ഏറ്റവും ഫേവറേറ്റ് ഒരു ഫുഡ് ബിരിയാണി ആണോ? നല്ല ദം ബിരിയാണി. ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി എവിടെയാണ്? കോഴിക്കോട് അങ്ങനെ പല പല സ്ഥലങ്ങളിലെ ബിരിയാണികൾ ഉണ്ടല്ലോ. അങ്ങനെയല്ല, ബിരിയാണിയാണ് ഇഷ്ടം. അത് നല്ല ടേസ്റ്റുള്ള ദം ബിരിയാണി എവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും ഓക്കെയാണ്. അപ്പോൾ കോഴിക്കോടൊന്നുമില്ല, നമ്മളങ്ങനെ വേർതിരിച്ചിട്ടില്ല, നല്ല ബിരിയാണി കഴിക്കാന്നുള്ള. ഇപ്പൊ ഒരു സ്ഥലം ഏതായിരിക്കും? സ്ഥലം സമാധാനം, ഈ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാണ്. മുംബൈ. ആണോ? മുംബൈ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, കാരണം അവിടെ ആരും റെക്കഗ്നൈസ് ചെയ്യില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങി നടക്കാം. ഈവനിങ് ഒക്കെ ഭയങ്കര രസമാണ് അവിടെ. ഫുൾ ലിറ്റപ്പ് ആയിട്ടുള്ള രീതിയിൽ, ലൈക്ക് ഫുൾ ടൈം ഓണാണ്. ഇപ്പോൾ കൊച്ചിയൊക്കെ ആയി വരുന്നുള്ളൂ അങ്ങനത്തെ രീതിയിലേക്ക്. അപ്പോൾ അവിടെ സേഫാണ്, ഏത് സമയത്ത് യാത്ര ചെയ്യണം. ഈവൻ പെൺകുട്ടികൾക്കാണെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും രാത്രി സമയത്തൊക്കെ യാത്ര ചെയ്താലൊക്കെ സേഫ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ എനിക്കവിടെ ഭയങ്കര സമാധാനമാണ്. കാരണം എൻ്റെ വെക്കേഷൻ ഇതാന്ന് തോന്നുന്നു മുംബൈയിൽ. അവിടെ ശ്രുതിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മയുടെ ഭക്ഷണം കഴിക്കുക, ടി വിയിൽ സിനിമ കാണാം, എവിടെയെങ്കിലും പുറത്തു പോകണമെങ്കിൽ പുറത്തു പോകാം, അങ്ങനത്തെ പരിപാടി, കുട്ടികളുടെ കൂടെ കളിക്കുക. അപ്പോൾ ആ ഒരു മുംബൈ പോയി നിൽക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ആകുമ്പോൾ എപ്പോഴും ഓട്ടോ ഇരിക്കും, പരിപാടികളും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഒരു സ്ഥലം നമ്മൾ പറഞ്ഞു, മൂവി ഇപ്പൊ ഇപ്പൊ നമുക്കൊരു ടെൻഷൻ വരുമ്പം അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി ഈ സിനിമ ഏത് കാലത്ത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാണെന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടോ?
അത് ഒരുപാട് സിനിമകളുണ്ട്. ടി വിയിൽ വരുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് നാടോടിക്കാറ്റ്, പട്ടണ പ്രവേശം, അങ്ങനത്തെ ലൈക്ക് എനിക്ക് ഈ ഹ്യൂമർ അങ്ങനത്തെ രീതിയിലുള്ള ഇൻഹരിയർ നഗർ, ഹ്യൂമർ ടൈപ്പ് സിനിമകളൊക്കെ കാണാനായിട്ട് ഇഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ ഹോൾ സിനിമ കാണില്ലായിരിക്കും, ചിലപ്പോൾ നമ്മൾ വന്ന് പോയിരുന്ന തമാശകൾ മാത്രം കാണും. അങ്ങനെയുണ്ട്. അപ്പം ഞാൻ ഇനി കുറച്ച് ആൾക്കാരുടെ പേര് പറയും, അത് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന എന്തെങ്കിലും ഒരു മെമ്മറിയോ അല്ലെങ്കിൽ അയാളെ പറ്റി തോന്നുന്ന ഒരു സംഭവം പറയണം. ഓക്കെ. വിനീത് ശ്രീനിവാസൻ. വിനീത് ശ്രീനിവാസൻ, മലർവാടി ആർട്സ് ക്ലബ് എന്ന് പറയുന്ന സിനിമ, എൻ്റെ ആദ്യത്തെ സിനിമ. ഒരു സിനിമയുടെ ബേസ് അല്ലെങ്കിൽ സിനിമാഭിനയത്തിൻ്റെ ബേസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് വിനീതിൻ്റെന്ന് പറയാം. കാരണം 3 ദിവസത്തെ ക്യാമ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 20 ഓഡീഷൻ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 20 ആൾക്കാർക്ക് അവിടെ ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു 3 days. ആ 3 days ക്യാമ്പ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, നമ്മൾ തന്നെയാണ് സ്കിറ്റ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ഏത് ക്യാരക്ടേഴ്സ് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ആ ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ്സ് നമുക്ക് തന്നെ എഴുതാം, പക്ഷെ ആ ഡയലോഗ്സ് മാറരുത്, വള്ളി പുള്ളി തെറ്റാതെ ആ ഡയലോഗ്സ് പറയണം. അപ്പോൾ ഇത് സിനിമയിലേക്ക് പിന്നീട് വരുമ്പോൾ ഈവൻ 19ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ എക്സാക്ട് ഡയലോഗ്, ചില സിനിമകളിൽ നമുക്ക് ഇംപ്രവൈസേഷൻസ് നടക്കും, പക്ഷെ 19ാം നൂറ്റാണ്ട് പോലത്തെ ഒരു മൂവിയിൽ ഇംപ്രവൈസേഷൻസ് നടക്കില്ല. അപ്പോൾ ചില ഡയറക്ടേഴ്സ് ഉണ്ട്, അവർ പറയും ഇന്ന ഡയലോഗ് പക്ക അത് തന്നെ പറയണം എന്നുള്ളത് പറയും. ഇതൊക്കെ ഒരു ബേസിക് ട്രെയിനിങ്ങും സംഭവങ്ങളും കിട്ടിയൊരു ഇതായിരുന്നു. 3 ദിവസത്തെ ക്യാമ്പ് ഭയങ്കര നല്ലതായിരുന്നു. വിനീതും നല്ല രീതിയിൽ എല്ലാവരെയും എന്താ പറയുക ടേക്ക് കെയർ ചെയ്തു. നമ്മളൊക്കെ പുതിയ ആൾക്കാരായിരുന്നല്ലോ, വിനീതിന് പിന്നെ എക്സ്പീരിയൻസ് ഉണ്ട്, പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണെങ്കിലും നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ടേക്ക് കെയർ ചെയ്തു. അപ്പോഴും നല്ലൊരു എന്താ പറയുക ഒരു മെൻറ്റർ എന്നുള്ള രീതിയിൽ തന്നെ കാണാവുന്ന ആളാണ്. ഇപ്പോഴും നിങ്ങളുടെ ആ സർക്കിള് വളരെ ആക്റ്റീവായിട്ടുണ്ട് എന്നുള്ളതല്ലേ. ഇപ്പൊ വിനീതിനെ പറ്റി പറയുമ്പോ എല്ലാരും പറയുന്ന ഒരു സംഭവമാണ്, ഭയങ്കര ഭക്ഷണപ്രിയനാണ്, പ്ലേറ്റിൽ കൈയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ കാണുന്ന ഈ ശാന്ത സ്വഭാവം എന്നല്ല, ശരിക്കും അങ്ങനെയാണോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഞങ്ങൾ മുമ്പിൽ അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ കഴിക്കാനായിട്ട് എന്നോ എനിക്ക് കട്ടപ്പനയിൽ ഹൃതിക് റോഷൻ ചെയ്യുന്ന സമയത്തായിരുന്നു വിനീതോടെ എബി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്നുണ്ട് തൊടുപുഴയിൽ. അന്ന് സെയിം ഹോട്ടലിരുന്നാണ് നമ്മൾ താമസിച്ചത്. അപ്പം അത് വിനീത അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണാൻ പറ്റും. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി കഴിച്ചിട്ടായിരുന്നത്. എൻ്റെ അടുത്ത് കഴിക്കൂന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ കഴിച്ചില്ല. എനിക്കന്ന് അറിയില്ലായിരുന്നു, അന്നറിയില്ലായിരുന്നു കൈയിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളത്. അന്ന് പക്ഷെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് നന്നായി. ഇന്നാണ് അറിയുന്നത്, അതെ ഇന്നാണ് അറിഞ്ഞത്. പക്ഷെ പുള്ളി തന്നെ ഉണ്ടോ ചോദിച്ചത്. നിവിൻ പോളി ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പോൾ ചെറുപ്പം മുതലുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് +2 പഠിച്ചത്. ഞങ്ങൾ ഒരുമിച്ചുള്ള സൈക്കിൾ യാത്രകളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ട്. വായ നോക്കാൻ പോകും സൈക്കിളിലൊക്കെ കറങ്ങിയതൊക്കെ ആ ഒരു +2 കാലഘട്ടമാണ് ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നത്. ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലേ. സൈക്കിളിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, വണ്ടിയിലേക്ക് പോകും. പിന്നെ കാണാനായിട്ട് കിട്ടല് കുറവാണ്, കാരണം അവൻ തിരക്കുകളിലാണ്, എല്ലാവരും തിരക്കുകളിലാണല്ലോ. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് സമയങ്ങളിലേക്ക് ഒത്തുകൂടാൻ സാധിക്കാറുള്ളൂ. പിന്നെ ശ്വാസിക വാസന്തി, ശ്വാസിക ഞങ്ങളുടെ വാസന്തി. കട്ടപ്പനയിലെ ഹൃതിക് റോഷനിലാണ് ഞാൻ ശ്വാസികനെ അല്ലെങ്കിൽ എൻ്റെ പേരപ്പായിട്ട് അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വാസന്തിയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. ഞാനപ്പോൾ ഇങ്ങനെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇങ്ങനൊരു സിനിമയുണ്ട്, നമ്മൾ വളരെ മിനിമലായിട്ട് ചെയ്യുന്നൊരു സിനിമയാണ്, അല്ലെങ്കിൽ ലീഡ് ക്യാരക്ടർ ഫീമെയിൽ ലീഡാണ്, നീ ഒന്ന് കഥ കേട്ട് വെക്കുമെന്ന് പറഞ്ഞു. അവൾ ഓക്കെ എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ നമ്മൾ പേയ്മെൻറ്റും ഇതൊന്നും ഇല്ലാത്ത രീതിയിലാണ് ചെയ്തിരുന്നത്. അവൾ പക്ഷെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് ആ സിനിമ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൂടെ നിന്നു. ഭയങ്കര പ്രൊഫഷണലി ആ സിനിമേനെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ പറയുന്ന സമയത്ത് അതൊക്കെ ഒന്ന് പക്കയായിട്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോടുകൂടി, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ചെയ്തൊരു സിനിമ, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് പാരലൽ സിനിമയ്ക്ക് വേണ്ടി സഹകരിച്ച് ആ സിനിമ പൂർത്തിയാക്കി അവാർഡ് വാങ്ങിച്ചു. നമുക്ക് എല്ലാവർക്കും അവാർഡും കിട്ടി, സ്റ്റേറ്റ് അവാർഡ്. അപ്പൊ ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന റോള് നേരത്തെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അതോ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കാൻ ഒരു കാരണം എന്തായിരുന്നു? അല്ല, അങ്ങനെ വിചാരിച്ച് ചെയ്തൊരു സിനിമയല്ല. ഈ പ്രൊഡ്യൂസർ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ഭാവിയിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനൊരു സിനിമ ഈ പറയുന്ന പോലെ എൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൽ എത്തിയിട്ട് സ്റ്റക്കായി നിന്നപ്പോൾ ഞാൻ ടേക്ക് ഓവർ ചെയ്ത് തീർത്തുന്നുള്ളൂ. നമ്മളൊക്കെ തന്നെ ഒരുമിച്ച് ചെയ്തൊരു സിനിമയാണ്. അപ്പം എൻ്റെ പേര് വെച്ചതെന്നുണ്ടെങ്കിൽ അന്ന് ഈ പറയുന്ന നല്ല നോണായിട്ടുള്ള ഒരാളും
അതിന് ആ പടത്തിനൊരു വാല്യൂ കിട്ടുന്ന രീതിയിൽ അപ്പം പോപ്പുലർ ആയിട്ടുള്ളത് ഞാനായിരുന്നു, അങ്ങനെ വെച്ചെന്നുള്ളൂ. പക്ഷെ എല്ലാവരും തന്നെ ചെയ്തൊരു സിനിമയാണ്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ഇതിന് അവാർഡ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ചെയ്ത സിനിമയല്ല. നല്ലൊരു സിനിമ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. യൂഷ്വൽ നമ്മൾ മെയിൻ സ്ട്രീം സിനിമകളിൽ നമുക്ക് ചിലപ്പോൾ പരീക്ഷണങ്ങളൊന്നും നടത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് പാരലൽ സിനിമാസ് അങ്ങനെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് ഫോമിലുള്ള സിനിമകൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വാസന്തിയിലെ ക്യാരക്ടർ സുഗു എന്ന് പറയുന്ന ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ കിട്ടിയൊരു ക്യാരക്ടറാണ്. അതായത് ഞാൻ അത്ര നാളും ചെയ്തുകൊണ്ടിരുന്ന മാറി നിന്നൊരു ക്യാരക്ടറും കൂടിയായിരുന്നു. നമുക്ക് അങ്ങനത്തെ ക്യാരക്ടറും അങ്ങനത്തെ സിനിമകളൊക്കെ വല്ലപ്പോഴൊക്കെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ. അതങ്ങനെ സംഭവിക്കുന്നതാണ്. അല്ലാതെ പറഞ്ഞ പോലെ ഞാൻ അതിനിപ്പോൾ അവാർഡ് കിട്ടിയോണ്ടാണ് എല്ലാവരും ഇപ്പോൾ ഈ പറയുന്ന പോലെ അതിന് എങ്ങനെ പ്രൊഡ്യൂസറായി അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ്റെ കാര്യത്തിനെ പറ്റിയൊക്കെ പറയുന്നത്. അവാർഡ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ആരും തന്നെ അറിയില്ലായിരിക്കും. ഇതുപോലെ എത്ര അറിയാതെ പോകുന്ന ഇത്ര സിനിമകളുണ്ടാവും. അപ്പോൾ വാസന്തിക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടി. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഹിസ്റ്ററിയിൽ രേഖപ്പെട്ട് കഴിഞ്ഞു ആ സിനിമ. അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ സഹകരിച്ചെന്ന് വാസന്തി ശ്വാസികയാണ്. ശ്വാസിക ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല വേറെ ആരായിരിക്കും എന്നുള്ളത് ഇപ്പോഴും ആലോചിക്കാൻ പറ്റില്ല. ശ്വാസിക തന്നെയാണ് വാസന്തി, നമ്മുടെ വാസന്തിയാണ് ശ്വാസിക. അൽഫോൺസ് പുത്രൻ ഗുരു, സുഹൃത്ത്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, അങ്ങനത്തെ ഒരു ഇതാണ്. അതായത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ആഗ്രഹം പറയുന്നത് അവൻ്റെ അടുത്താണ്. സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ അഭിനേതാവണം എന്നുള്ള ആഗ്രഹം പറയുന്നവനാണ്. ഒന്നില്ലെങ്കിൽ അവൻ ആ സമയത്ത് തന്നെ മോട്ടിവേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഒന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അന്ന് തന്നെ ഇറങ്ങിത്തിരിക്കില്ലായിരുന്നു. ചിലപ്പോൾ വൈകുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സംഭവിക്കില്ലായിരിക്കും അങ്ങനെ ഒരു ഇത്. ഞാൻ എവിടെയെങ്കിലും ജോലി ചെയ്ത് അങ്ങനെ പോവുമായിരിക്കും. ആ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അവൻ എന്നെ തളർത്താതെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഏറ്റുവിട്ടു. അവൻ പറഞ്ഞാൽ അവനിങ്ങനെ ആഗ്രഹമുണ്ട്, സുഹൃത്തുക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവന് ഭയങ്കര കംഫർട്ടബിളാണ്. അത് അങ്ങനത്തെ രീതിയിലും കൂടെ ആയിരിക്കും. പക്ഷെ അവൻ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്നൊരുതുണ്ട്, ഭയങ്കര പോസിറ്റീവായിട്ട്. സിനിമയിൽ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണെങ്കിലും അവർ ഭയങ്കര പോസിറ്റീവായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പിന്നെ സിനിമ സമയമൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങളെല്ലാരും ബഹളക്കാരായോണ്ട് അങ്ങനെ ബഹളമെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഭീകര ബഹളമൊന്നുമില്ല. സിനിമ നന്നാക്കാനുള്ള ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളു. പിന്നെ സുഹൃത്തുക്കളൊക്കെ തന്നെയല്ലേ, നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോകുന്ന പോലത്തെ ഒരു ഫീലും നമ്മൾ എൻജോയ് ചെയ്യാണല്ലോ. ആ പ്രോസസ്സ് എൻജോയ് ആണ്. അവനിൽ നിന്നാണ് ഈ പറയുന്ന പോലെ സിനിമ നമ്മൾ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രോസസ്സിൽ ആ സിനിമ ആസ്വദിക്കാനും അല്ലെങ്കിൽ ആ സിനിമയെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനൊക്കെ ആയിട്ട് പഠിക്കുന്നവനിൽ നിന്നാണ്. കാരണം അവന് സിനിമ അല്ലാതെ വേറെ ഒന്നുമില്ല, സിനിമ തന്നെയാണ് ഫുൾ ടൈം. അത്രയും ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഡയറക്ടർ വിനയൻ സാറ് ഭയങ്കര ഒരു സ്കൂളായിരുന്നു സാറിൻ്റെ 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ. നമുക്ക് മുഖത്ത് നോക്കിയിട്ട് കണ്ണിൽ നോക്കിയിട്ട് ഡയറക്ടർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ്. കാരണം അത്രയും കേപ്പബിലിറ്റി ഉണ്ട്, അത്രയും പവർഫുള്ളാണ്. അല്ലെങ്കിൽ സാറ് ദ ഹോൾ സെറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്, ഡയറക്ടറിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ബീങ് ക്രിയേറ്റീവായിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാം മാനേജ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം സ്പോട്ടിൽ ഇപ്പോൾ പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇന്നത്തെ ദിവസം പോലെ ഇരിക്കില്ല നാളെ. കാരണം എന്താ പറയുക, ഒരുപാട് പ്രകൃതി പ്രശ്നങ്ങളും അതുപോലെ തന്നെ സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചില ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഇന്ന സാധനം ഷൂട്ട് ചെയ്യാൻ പറ്റാതിരിക്കുക, ഇതെല്ലാം വരും. അപ്പോൾ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ഭയങ്കര കൂളായിട്ടൊന്ന് മാനേജ് ചെയ്യുന്നത് എക്സ്പീരിയൻസിൻ്റെ ആണ്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൻ്റെ ആണ്. സാറ് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. സാറിന് ഭയങ്കര ക്ലാരിറ്റിയാണ്. അതൊക്കെ എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഫ്രീ ആയിരുന്നു. ഞാൻ ഭയങ്കര ഷൂട്ടിൻ്റെ ടൈമിൽ എനിക്ക് വേറെ ഒന്നിനെ പറ്റിയും ബോധപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ വേറെ സിനിമകൾ പുതിയ ആൾക്കാരുടെയൊക്കെ ചെയ്യുമ്പോൾ അത് എടുത്ത് ശരിയായോ ഇതെടുത്ത് ശരിയായോ, നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആയിരിക്കും. സാറിൻ്റെ അടുത്ത് പോകുമ്പോൾ സാറ് ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ അതിൽ വേറൊന്നും പോയി ചോദിക്കേണ്ട ആവശ്യമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനിയും സാറിൻ്റെ കൂടെ ഓക്കെയാണ്. അടുത്ത പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി വലിയ പരിപാടിയാണ്. സാർ എന്നെ പണിയെടുപ്പിച്ച് ശരിക്കും താല്പര്യമുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ? സാറിൻ്റെ ഇതാണ്. അപ്പം നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രസമാണ്. അപ്പോൾ സാറ് ഇത്രയും പണിയുണ്ടെന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നൊരു ഇതുണ്ടല്ലോ. അപ്പോൾ സാറിനും അത് ചെയ്ത്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ നോട്ടീസ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അത് പേഴ്സണലി എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യം.
അതേപോലെ നമ്മള് ശ്രീനിവാസൻ സാറിന്റെ കൂടെ ഒരു ഫോട്ടോ കണ്ടു, എന്തോ ഒരു പരിപാടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. സാറിന്റെ തിരക്കഥയിലൊരു സിനിമയുണ്ട്, ആണോ? പ്രേമേട്ടനാണ് ഇപ്പോൾ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന സിനിമയുടെ ആ. പ്രേംലാൽ അദ്ദേഹമാണ് സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ സാറും അടിപൊളി. അദ്ദേഹം കൂടെയൊക്കെ ഇരുന്ന് എഴുതിയേക്കുന്നത് നല്ലൊരു ഫൺ ഫാമിലി പരിപാടിയായിട്ടുള്ള സാധനമാണ് അത്. Okay. അതുണ്ട് ലൈനപ്പിൽ. വേറെ എന്തൊക്കെ വർക്കുകൾ വരാനിരിക്കുന്നു? ഉണ്ട്. ഇപ്പോൾ റഹ്മാൻ ബ്രദേഴ്സിൻ്റെ തന്നെ ഉം. സിനിമയുണ്ട് അടുത്തത്. അതിൻ്റെ പേരൊക്കെ ആവുന്നുള്ളൂ. അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. Yes. നമ്മൾ തന്നെ ഭൂതം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തായിരുന്നു, വിൽസൺ ആ. പിക്ചേഴ്സ് അതെ. ചെയ്തത്. എക്സ്പെരിമെൻ്റൽ പരിപാടി നമ്മൾ ചുമ്മാ ഫോണിൽ പോയി ഷൂട്ട് ചെയ്ത സിനിമയാണ്. അത് ഇവിടുത്തെ കുറച്ച് ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ പ്ലേ ആവുന്നുണ്ട്. Okay. നമ്മൾ മെയിൻ സ്ട്രീം സിനിമകൾ ചെയ്യുന്ന സമയത്തും ഇങ്ങനത്തെ സിനിമകളും ട്രൈ ചെയ്യുന്നുണ്ട്. വെറുതെ ഇരിക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ കയ്യിലിപ്പോൾ എക്യുപ്മെന്റ്സും എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഉം. ഇപ്പോൾ ഈവൻ ഫോണിൽ തന്നെ എല്ലാവരും റീൽസും ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ട്രൈ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു, ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു, Yes. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനി കൂടുതൽ പരിപാടികൾ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. Okay. അപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് സമാധാന പുസ്തകത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? സമാധാന പുസ്തകം എന്ന് പറയുന്ന സിനിമ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും. 18+ഉം ജോയൊക്കെ 18+ൻ്റെ ജോയിൻ്റെ കോറേറ്ററായിട്ടുള്ള രവീഷാണ് ഈ സിനിമ സംവിധാനം ചെയ്തതാണ്. അതെ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംരംഭമാണ്. അപ്പോൾ വളരെ ചെറിയ ഫണ്ണുകളും ചെറിയ ചെറിയ നുറുങ്ങ് ചിരികളും ഇതൊക്കെ വരുന്ന രീതിയിലുള്ള സിനിമയായിരിക്കും. പറയുന്നത് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ തിയേറ്ററിൽ വന്ന് ആസ്വദിക്കുക. കാരണം നമ്മൾ പലപ്പോഴും OTT-ലിരുന്ന് ചിലപ്പോൾ ഒരു ഫൺ മൂവി OTT-ലിരുന്ന് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കാണുമ്പോൾ അത്രത്തോളം ചിലപ്പോൾ എൻജോയ് ചെയ്യാനും ചിരിക്കാനും സന്തോഷിക്കാനൊന്നും പറ്റുന്നില്ല. ഒരു കമ്മ്യൂണിറ്റി വാച്ചിൻ്റെ ഒപ്പം ഇരുന്ന് അങ്ങനെ ഇരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ വർക്കും ഭയങ്കര അതെ. രസമായിട്ട് ചിരിക്കാനും ഇതൊക്കെ പറ്റും. അതാണ് പലപ്പോഴും ചില സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോൾ ഉം. ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ട് OTT-ൽ ഇറങ്ങിയിട്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ ആസ്വദിക്കാൻ ശരിയാ. പറ്റിയെന്ന് വരില്ല. ഒറ്റയ്ക്കിരുന്ന് കാണാനാണെങ്കിൽ വല്ല ഹൊറർ പടം ഇരുന്ന് കണ്ടോളൂ. പേടിക്കാൻ. ഹ്യൂമർ പടങ്ങളൊക്കെ തിയേറ്ററിൽ വന്ന് ഇങ്ങനെ കമ്മ്യൂണിറ്റി വാച്ചായിട്ട് ഉം. കാണാം. തിയേറ്ററിൽ വന്ന് വിലയിരുത്താന്നുള്ളതാണ് പറയാനുള്ളത്. ഓരോ സിനിമകളും ഓരോ ശ്രമങ്ങളാണ്. ഇപ്പോൾ രവീഷിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പോട്ട് ഇനിയും സിനിമകൾ ചെയ്യണമെന്നില്ല. അദ്ദേഹം ഒരുപാട് നാളായിട്ട് സഹസംവിധായകനൊക്കെ ആയിട്ട് ആ. വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ എന്താ പറയുക, ഈ സിനിമ എങ്ങനെ വരുന്നതനുസരിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്രയും കാര്യങ്ങളും. അതെ. അപ്പോൾ നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുക, വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. തിയേറ്ററിൽ കണ്ടിട്ട് വിലയിരുത്തുക, അത് സെക്കൻഡറി ഉള്ളൂ. ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് സെക്കൻഡറി. അതെ. തിയേറ്ററിൽ കാണുക, കണ്ടു നോക്കുക, ആ. ഇഷ്ടപ്പെടും. അത്രേ ഉള്ളൂ. Yeah. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ Thank ജോയിനിങ്. you.